കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ചരിത്രപരമായ ഒരു ചുവടുവെപ്പ് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. അപൂർവ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കായി നടപ്പിലാക്കുന്ന കെയർ പദ്ധതിയുടെ ഭാഗമായി കോടികൾ വിലമതിക്കുന്ന സ്പൈനൽ മസ്കുലർ അട്രോഫി മരുന്നായ റിസ്ഡിപാം ഇനി 25 വയസ്സുവരെയുള്ളവർക്ക് സൗജന്യമായി ലഭിക്കും. നേരത്തെ 12 വയസ്സുവരെയായിരുന്നു ഈ ആനുകൂല്യം. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. ജനിതക പരിശോധനയിലൂടെ SMA ടൈപ്പ് 2 സ്ഥിരീകരിച്ച രോഗികളെല്ലാവരും പുതിയ തീരുമാനത്തിന്റെ പരിധിയിൽ വരും. രോഗബാധിതരായ കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും കൂട്ടായ്മകൾ ദീർഘകാലമായി ഉന്നയിച്ചിരിക്കുന്ന വലിയൊരു ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. 18 വയസ്സ് തികയുന്നതോടെ ചികിത്സാ സഹായം നിലച്ചു പോകുമോ എന്ന ആശങ്കയിലായിരുന്ന നിരവധി യുവജനങ്ങൾക്കും കുടുംബങ്ങൾക്കും ഈ വാർത്ത വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഈ പദ്ധതിക്കായി കഴിഞ്ഞ ബജറ്റിൽ 30 കോടി രൂപ സർക്കാർ പ്രത്യേകമായി വകയിരുത്തിയിരുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ജീവൻ രക്ഷാ മരുന്നുകൾക്കായി തുക അനുവദിക്കുന്നത് സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. പുതിയ തീരുമാനത്തോടെ കേരളത്തിൽ SMA ബാധിച്ചവരിൽ 80% പേർക്കും സൗജന്യ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി.